ഹലോ എവരി വൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മളിന്ന് ജോഗ്രഫിയാണ് തുടങ്ങുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷന് വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സബ്ജക്റ്റാണ് ജോഗ്രഫി എന്നുള്ളത്. പ്രിലിംസിനായാലും മെയിൻസിനായാലും പിന്നീട് വരുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റിനായാലും ജോഗ്രഫി ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അതിന് ഉത്തരം പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഈ എക്സാമിനേഷൻ സെലക്ഷൻ പ്രൊസീജിയർ തന്നെ നല്ലൊരു അപ്പർ ഹാൻഡ് തരുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ജോഗ്രഫി എന്ന സബ്ജക്റ്റ് സിവിൽ സർവീസിന് വേണ്ടി എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെ നമുക്ക് ഏതൊക്കെ ഡയഗ്രാംസ് നമുക്ക് പഠിച്ചു വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി, ജോഗ്രഫി എന്ന സബ്ജക്റ്റിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അത് സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ടച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ലൈക്ക് ഒരു 6ാം ക്ലാസ് തൊട്ട് ഒരു 10ാം ക്ലാസ് വരെ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് അല്ല പഠിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോഗ്രഫി അല്ല പഠിച്ചതെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെയാണ് നമ്മൾ ജോഗ്രഫി നോർമലി ഒരാൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ജോഗ്രഫി എന്നൊരു സബ്ജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മാപ്പുകൾ, അല്ലെങ്കിൽ കൺട്രീസിന്റെ ബോർഡേഴ്സ്, ലൊക്കേഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് മാത്രമല്ല സിവിൽ സർവീസിന്റെ ജോഗ്രഫി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് സ്ഥലങ്ങളും ലൊക്കേഷനും മാപ്പുകളും എല്ലാം പഠിക്കണം. അതിന് പുറമെ നമുക്ക് ചുറ്റും നടക്കുന്ന ജോഗ്രഫിക്കലായ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഫിനോമിന ഉണ്ട്. ആ ഫിനോമിന, അതിൻ്റെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് ദാറ്റ്, ആ ഫിനോമിനയുടെ ഇമ്പാക്ട്സ് എന്ത്, അതെങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, സോ നമുക്ക് ജോഗ്രഫിയിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. സോ എന്താണ് ജോഗ്രഫി, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? സോ ജോഗ്രഫി ഇറ്റ് ഈസ് ദി സയന്റിഫിക് സ്റ്റഡി. എന്തിന്റെ സയന്റിഫിക് സ്റ്റഡി? ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? നോക്കൂ, എർത്ത് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ. ഭൂമിയുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭൂമിയുടെ മറ്റ് പ്ലാനറ്റ്സ്, അല്ലെങ്കിൽ സോളർ സിസ്റ്റത്തിലെ മറ്റ് പ്ലാനറ്റ്സ്, സൺ പോലുള്ള കാര്യങ്ങൾ. ഭൂമിയിലെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്? നമ്മുടെ മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, റിവേഴ്സ് പോലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിനോമിന, ഭൂമിയിൽ സംഭവിക്കുന്ന ഫിനോമിന. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെന്റ് ഉണ്ടായ ലാൻഡ് സ്ലൈഡ്സ്, എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു മൗണ്ടെയിൻ ഫോം ചെയ്യുന്നത്, അത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഫിനോമിനയെ പറ്റി പഠിക്കണം. ദെൻ ഓഫ് കോഴ്സ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ടെമ്പറേച്ചർ, പ്രഷർ, എങ്ങനെയാണ് റെയിൻഫോൾ സംഭവിക്കുന്നത്, എന്താണ് സൈക്ലോണിന്റെ മെക്കാനിസം എങ്ങനെയാണ്, ഒരു സൈക്ലോൺ വരുമ്പോൾ എങ്ങനെയാണ് മഴയുണ്ടാവുന്നത്, ഈ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സൈക്ലോൺ എന്ത് സംഭവിക്കുന്നു, അതായത് ആ സൈക്ലോൺ ഇറ്റ് സെൽഫ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ അതോ വേറെ സ്ഥലത്തേക്ക് പോവുകയാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലൈമറ്റ് എന്നുള്ള ഭാഗത്ത് പഠിക്കണം. ദെൻ ക്ലൈമറ്റിന് ശേഷം വി നീഡ് ടു സീ റിഗാർഡിംഗ് ഓഷ്യൻസ് അല്ലെ. ഭൂമിയിൽ ഏകദേശം 70% ഓഷനാണ്, വാട്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഓഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഓഷന്റെ അടിത്തട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യർക്ക് എങ്ങനെയാണ് ഓഷനിൽ നിന്നുള്ള റിസോഴ്സസ് കിട്ടുന്നത്, ഓഷ്യൻ വാട്ടർ സലൈനിറ്റി, അത്തരത്തിൽ ഓഷനെ പറ്റി പഠിക്കണം. ദെൻ ഡിഫറെന്റ് കൺട്രീസ്, പല രാജ്യങ്ങൾ ന്യൂസിലൊക്കെ ധാരാളം വരുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും, ഇസ്രായേലിൽ നടക്കുന്ന ഇഷ്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ റഷ്യ ഉക്രൈൻ ഇഷ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് ഇന്ത്യ ചൈന ഇഷ്യൂസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങളെ പറ്റി ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ രാജ്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം UPSC പലപ്പോഴായിട്ട് മാപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ പീപ്പിൾ. അപ്പൊ ജോഗ്രഫി എന്ന് പറയുന്ന സ്ഥലങ്ങളല്ലേ, പിന്നെ എങ്ങനെയാണ് പീപ്പിൾ വരുന്നത്? പീപ്പിളും ഇതിലൊരു ഭാഗമാണ്. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയും. മനുഷ്യരുമായി ബന്ധപ്പെട്ടത്, മനുഷ്യരുടെ പോപ്പുലേഷൻ, ലിറ്ററസി, എംപ്ലോയ്മെന്റ്, അതുപോലുള്ള കാര്യങ്ങളും ബേസിക്കലി എന്താണ് ജോഗ്രഫിയിൽ ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചർ. അതായത് നമ്മുടെ ജോഗ്രഫിയുടെ മെയിൻ സിലബസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ആ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറിന്റെ കാര്യങ്ങളെ പറ്റി. അതായത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, UPSC മുന്നിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പീപ്പിൾ ഇതിന്റെ ഭാഗമാണ്. ദെൻ നാച്ചുറൽ റിസോഴ്സസ് അല്ലെ. മൈനിങ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ സിഗ്നിഫിക്കൻ്റാണ്. നമ്മൾ ചെയ്യുന്ന അയൺ, കോൾ പോലുള്ള മിനറൽസിന്റെ മൈനിങ്. അപ്പോൾ ആ മൈനിങ് എന്നുള്ളതിന്റെ എക്കണോമിക് പെർസ്പെക്റ്റീവ് അല്ല നമ്മൾ നോക്കുന്നത്, ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് നമുക്ക് കോൾ ലഭിക്കുക, എവിടെയൊക്കെയാണ് നമുക്ക് അയൺ ലഭിക്കുക, അത്തരത്തിലുള്ള ഈ നാച്ചുറൽ റിസോഴ്സിനെ പറ്റിയും നമ്മൾ പഠിക്കണം. അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ജോഗ്രഫിയിൽ നമ്മൾ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ സയൻസ് റിലേറ്റഡ് ആയ ടോപ്പിക്സും ഉണ്ട്, കുറച്ച് ആർട്സ് റിലേറ്റഡ് ആയ ടോപ്പിക്സും ഉണ്ട്. അപ്പൊ ജോഗ്രഫി എന്ന് പറഞ്ഞ ഒരു സയൻസ് ടോപ്പിക്കുമാണ്, അതേപോലെ ആർട്സ് ടോപ്പിക്കുമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ വായിച്ചെത്തുമ്പോൾ നമ്മൾ ധാരാളം കോൺസെപ്റ്റ്സും ധാരാളം ഫാക്ച്വൽ കണ്ടന്റും പഠിക്കണം. ഓക്കെ, കോൺസെപ്ച്വൽ കണ്ടന്റും ഫാക്ച്വൽ കണ്ടന്റും. ഇപ്പൊ നമ്മൾ UPSC സിവിൽ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല ചോദ്യങ്ങളും ഫാക്ട് ബേസ്ഡ് അല്ല. ഇപ്പൊ പ്രിലിംസിന്റെ എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരുടെ പേരുകൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. നമുക്ക് വരുന്ന എന്താ, കോൺസെപ്ച്വൽ ചോദ്യങ്ങളാണ്.
നിങ്ങൾ ആ സംഭവത്തെ എത്ര നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് UPSC ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സൈക്ലോൺ ഉണ്ടാവുന്നു, ഒരു പെർട്ടിക്കുലർ സൈക്ലോൺ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഉത്ഭവിച്ചു, ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് കയറി എന്ന് വിചാരിക്കാം. ആ സൈക്ലോണിനെ പറ്റിയുള്ള വാർത്തകൾ ന്യൂസിൽ വരും. അപ്പോൾ UPSC ജോഗ്രഫി സിലബസിൽ കൂടെ ചോദിക്കുന്നത് ആ സൈക്ലോണിന്റെ എങ്ങനെയാണ് സൈക്ലോൺ ഉണ്ടാവുന്നത്, ഒരു സൈക്ലോൺ ഉണ്ടാവേണ്ട കണ്ടീഷൻസ് എന്തൊക്കെ, ഇന്ത്യ എത്രത്തോളം സൈക്ലോണിന് വൾണറബിൾ ആണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കാം. അപ്പൊ അതാണ് കോൺസെപ്ച്വൽ പാർട്ട്. അപ്പൊ ഈ സൈക്ലോൺ ഉണ്ടായി വരുന്നതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഒത്തുവരണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കണം. ഓക്കെ, ഇത് കൂടാതെ ഫാക്ച്വൽ കണ്ടന്റ്. എന്താണ് ഫാക്ട്സ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ റിവേഴ്സ് എടുക്കാം. ഇന്ത്യയിൽ 100 കണക്കിന് റിവേഴ്സ് ഉണ്ട്. നമ്മളൊരു മേജർ റിവേഴ്സ് നോക്കുകയാണെങ്കിൽ ആ റിവേഴ്സിന് ധാരാളം ട്രിബ്യൂട്ടറീസും ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ UPSC കഴിഞ്ഞ 2024 ചോദിച്ച ഒരു ചോദ്യമുണ്ട്, റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസും അതേപോലെ തന്നെ റിവേഴ്സിലെ വാട്ടർഫാൾസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ വാട്ടർഫാൾ, നിങ്ങൾ ജോഗ് ഫാൾസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് എന്ന് പറയപ്പെടുന്ന ജോഗ് ഫാൾസ്, ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾസ്. ഈ ജോഗ് ഫാൾസ് എന്ന് പറഞ്ഞാൽ ശരാവതി റിവറിലാണ്. അപ്പൊ ജോഗ് ഫാൾസ് ശരാവതി റിവറിലാണ് എന്നുള്ളത് ഒരു ഫാക്ച്വൽ കണ്ടന്റ് ആണ്, ഒരു ഫാക്ട് ആണ്. നമ്മളത് കാണാതെ പഠിക്കണം. അതിൽ കോൺസെപ്റ്റ് ഒന്നുമില്ല. ആ വാട്ടർഫാളിന്റെ പേര് ജോഗ് ഫാൾ എന്നാണ്, അത് ശരാവതി റിവറിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാക്ച്വൽ കണ്ടന്റ് നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മളെ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ ഫാക്ച്വൽ കണ്ടന്റും കോൺസെപ്ച്വൽ കണ്ടന്റും നമ്മൾ നോക്കുന്നുണ്ടാവും. കോൺസെപ്ച്വൽ കണ്ടന്റ് നല്ല ഭംഗിയിൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ കൃത്യമായി കണ്ടുകൊണ്ട് ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കുക. കാരണം കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ റിവിഷനും പഠിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇത്തിരി മാറ്റി ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായി ഉത്തരം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇതാണ് ജോഗ്രഫിയുടെ സബ്ജക്റ്റിനെ പറ്റി ബേസിക്കലി പറയാനുള്ളത്. ഇനി ഈ സബ്ജക്റ്റിനെ നമ്മൾ UPSC സിലബസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, UPSCയുടെ നോട്ടിഫിക്കേഷനിൽ അവർ സിലബസ് കൊടുത്തിട്ടുണ്ട്. ആ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ജോഗ്രഫി എന്നൊരു ടോപ്പിക്കിനെ പറ്റി പറയുന്നുള്ളൂ. അതായത് പ്രിലിംസിനായാലും മെയിൻസിനായാലും. പ്രിലിംസിന് നമുക്ക് നോക്കാം, ഒരൊറ്റ വരിയെ കൊടുത്തിട്ടുള്ളൂ ജോഗ്രഫി സിലബസിനെ പറ്റിയിട്ട്. ആ ഒരു ഒറ്റ വരിയിൽ അവരെല്ലാം ഒതുക്കിയിരിക്കുക. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നോക്കൂ, പ്രിലിംസ് പേപ്പറിന് എക്സാമിനേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 200 മാർക്കിനുള്ള പേപ്പർ 1. പേപ്പർ 1 നമുക്ക് നമ്മുടെ ജോഗ്രഫി എന്ന് പറഞ്ഞ ഭാഗത്തിനെ പറ്റി പറയുന്ന ഭാഗം നോക്കൂ. യു ക്യാൻ സി, ഈ ഒരു ഭാഗമാണ് ബേസിക്കലി ജോഗ്രഫി എന്ന് പറയുന്നത്. യു ക്യാൻ സി മൂന്നാമത്തെ വരി നോക്കൂ. ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, അതിലെന്ത് പഠിക്കണം? ഫിസിക്കൽ ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അപ്പൊ ഈ ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് എന്നുള്ള കാര്യങ്ങൾക്കിടയിൽ എന്തൊക്കെ വരുന്നുണ്ട് അത് UPSC അങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കും? ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും UPSC ചോദിച്ച ചോദ്യങ്ങളെ നോക്കിക്കൊണ്ട് അതിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ഏതൊക്കെ ടോപ്പിക്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെയാണ് പഠിക്കുന്നത്. ആ ടോപ്പിക്സ് ആണ് നമ്മൾ ബേസിക്കലി ഈ ക്ലാസ്സുകളിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നോക്കാം, പ്രിലിംസിലാകപ്പെട്ട ഒരു സെന്റൻസേ പറയുന്നുള്ളൂ, ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി. ഇന്ത്യയുടെ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും പഠിക്കണം. എന്ത്? ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്. അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്കിൽ വരുന്നത് നോക്കാം. ഇതാണ് പ്രിലിംസിന്റെ സിലബസ്. ഓക്കെ, ഇനി മെയിൻസിന്റെ സിലബസിൽ, മെയിൻസ് നമുക്കറിയാലോ എഴുത്ത് പരീക്ഷയാണ്. നമുക്ക് ടോട്ടൽ 9 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ GS1 എന്ന് പറയുന്ന പേപ്പറിലാണ് നമ്മൾ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത്. GS1. അപ്പൊ GS1 250 പേപ്പറിലാണ് എക്സാം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് ടോട്ടൽ GS1 250 മാർക്കിലാണ്. എല്ലാ വർഷവും ഒരു 60 മുതൽ ഒരു 80 മാർക്ക് വരെ, ഓക്കെ, 80 മാർക്ക് വരെ എന്തായാലും നമുക്ക് ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ആ 80 മാർക്കുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സിലബസിനെ പറ്റി UPSC മെയിൻ സിലബസിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1, സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി. ലോകത്തിന്റെ ഫിസിക്കൽ ജോഗ്രഫിയുടെ സേലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെ. 2, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് ദ വേൾഡ്. ഈ റിസോഴ്സസിന്റെ ലോകം മൊത്തമുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, എവിടെ, സൗത്ത് ഏഷ്യയിലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റും മാത്രമല്ല വേൾഡ് എന്നും പറയുന്നുണ്ട്. ദെൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ലൊക്കേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ. പ്രൈമറി സെക്ടർ ഇൻഡസ്ട്രി, സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രി, ടെർഷ്യറി സെക്ടർ ഇൻഡസ്ട്രി. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്വാറിയിങ് ഉണ്ടല്ലോ, ഇതൊക്കെ പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്. നമ്മളൊരു കമ്പനിയിൽ പോയി കമ്പനി രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം, എന്തോ ആയിക്കോട്ടെ, ഒരു സൈക്കിൾ ആയിക്കോട്ടെ, ഒരു ടയർ ആയിക്കോട്ടെ. അപ്പൊ അത്തരത്തിൽ മാനുഫാക്ചറിങ് വരുന്നതാണ് സെക്കൻഡറി സെക്ടർ. ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. IT, ഇതൊക്കെയാണ് സർവീസ് സെക്ടർ. അപ്പൊ ഇത്തരത്തിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിന്റെ ലൊക്കേഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്.
വേൾഡിലും ഇന്ത്യയിലും. ദെൻ മൂന്നാമത് ഇമ്പോർട്ടന്റ് ജിയോ ഫിസിക്കൽ ഫിനോമിന, ലോകത്ത് സംഭവിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ജിയോ ഫിസിക്കൽ ഫിനോമിന ഏതൊക്കെ? എർത്ത്ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺസ് എക്സെട്ര. ഓക്കെ, എർത്ത്ക്വേക്കിനെ പറ്റി, സുനാമിയെ പറ്റി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺസിനെ പറ്റി, പിന്നെ ഒരു എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സെട്ര എന്ന് പറയുമ്പോൾ UPSC ഇതിൽ പറയാത്തൊരു കാര്യം ചോദിച്ചാൽ അവർക്ക് പറയാലോ, എന്താ എക്സെട്ര ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ എക്സെട്രയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം അതും നമ്മൾ നോക്കാം. Then geographical features and location and changes in critical geographical features including water bodies and ice caps and flora and fauna and the effects of such changes. Critical geographical features, അതായത് നമ്മളെ സംബന്ധിച്ചോളം സിഗ്നിഫിക്കന്റ് ആയ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെ? വാട്ടർ ബോഡീസ് എന്തൊക്കെ വരും? റിവേഴ്സ്, ലേക്സ് ഒക്കെ വരും. ദെൻ ഐസ് ക്യാപ്സ്, നമ്മുടെ ഹിമാലയാസിലുള്ള ഗ്ലേഷ്യേഴ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നിപ്പോ ലോകത്ത് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്? അന്റാർട്ടിക്കിലെ മഞ്ഞുരുകുന്ന കാര്യം. അപ്പോ ആ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുന്നത്. ദെൻ എഫക്ട് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഓക്കെ, അതെങ്ങനെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ ബാധിക്കുന്നു, അതിന്റെ ചേഞ്ചസിന്റെ എഫക്ട്സ് എന്തൊക്കെ. അപ്പോ ഇതാണ് മെയിൻസിന് പറയുന്നത്. ഓക്കെ, മെയിൻസിന് 3 കാര്യങ്ങൾ. ഒന്ന് സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫി പറയുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ്, then factors responsible for the location of primary, secondary, tertiary sectors, then important geophysical phenomena, changes in critical geographical features. ഞാൻ ഈ സിലബസും ഇങ്ങനെ ഓടിച്ച് പറയാൻ കാരണം ഒരു ഫ്രഷർ ആണെങ്കിൽ, ഒരു ബിഗിനർ ആണെങ്കിൽ ഈ സിലബസ് വായിച്ചാലും ഏതൊക്കെ ടോപ്പിക്സ് ടച്ച് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് വ്യക്തമായ ഒരു സിലബസ് ബ്രേക്ക് ഡൗണിന്റെ ആവശ്യമുണ്ട്. സിലബസ് ബ്രേക്ക് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഏതൊക്കെ മേജർ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്, ആ മേജർ ടോപ്പിക്സിനെ എങ്ങനെയൊക്കെ മൈക്രോ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം ജോഗ്രഫി പഠിച്ചു, ഇനി എത്രത്തോളം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് തൊടാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ സിലബസ് ബ്രേക്ക് ഡൗണും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മെയിൻസിന്റെ സിലബസ്. അപ്പോൾ നമുക്ക് നോക്കാം സിവിൽ സർവീസ് എന്ന് പറഞ്ഞ എക്സാമിനേഷന് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് ജോഗ്രഫി. ഞാൻ മെയിൻസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. മെയിൻസിന് ആക്ച്വലി GS1 വരിക. GS1 ഓൾമോസ്റ്റ് 60 to 80 മാർക്സ്, 60 മുതൽ 80 മാർക്ക് വരെ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അതായത് 250-ൽ ഒരു 1/3 എന്ന ഭാഗത്തിൽ നമുക്ക് ജോഗ്രഫിയുടെ മാർക്സ് പ്രതീക്ഷിക്കാം മെയിൻസ് എക്സാമിനേഷന്. ഓക്കെ, മെയിൻസ് എക്സാമിനേഷന് ഈ ഒരു 60 തൊട്ട് 80 മാർക്ക് വരെ കിട്ടുന്നത് മാത്രമല്ല നമ്മുടെ ലാഭം. ജോഗ്രഫി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ GS3 പല സബ്ജക്ട്സുമായിട്ട് ജോഗ്രഫിക്ക് ലിങ്ക് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ GS3 എക്കണോമിക്സ് ആയിട്ട് ഇപ്പൊ പ്രൈമറി സെക്ടർ, ടെറിഷറി സെക്ടറിന്റെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് എക്കണോമിയിലും വരുന്നുണ്ട്. അഗ്രികൾച്ചറിന്റെ ചില ഭാഗങ്ങൾ അത് ജോഗ്രഫിയിൽ വരുന്നുണ്ട്, അതിന് MSP പോലുള്ള കാര്യങ്ങളാണ് എക്കണോമിക്കിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ എർത്ത്ക്വേക്ക്, സുനാമി, വോൾക്കാനിസം പോലെയുള്ള ജിയോ ഫിസിക്കൽ ഫിനോമിനയെ പറ്റി പഠിക്കുന്നു. ഈ എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഫിനോമിനയാണ്, അതേപോലെ തന്നെ ഒരു ഡിസാസ്റ്ററുമാണ്, നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു പേപ്പർ ഉണ്ട്, അതിലെ കാര്യങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുകൂടാതെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. GS3 തന്നെ വരുന്നതാണ്. ഈ എൻവയോൺമെന്റ് എക്കോളജിയിലും ഒരുപാട് കാര്യങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ GS2 ഇന്റർനാഷണൽ റിലേഷൻ, 2 രാജ്യങ്ങൾ തമ്മിൽ റിലേഷൻ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജോഗ്രഫിയും അറിഞ്ഞിരിക്കേണ്ടത് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ബാക്കിയുള്ള സബ്ജക്ട്സിനും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഇഫ് യു ഹാവിംഗ് എ ഗുഡ് നോളേജ് ഓർ ഇഫ് യു ഹാവിംഗ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ജോഗ്രഫി. അപ്പൊ ഇത്രയുമാണ് ജോഗ്രഫിയുടെ സിഗ്നിഫിക്കൻസ് ഫ്രം ദി മെയിൻസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്നത് പ്രിലിംസ് ആണ്. അപ്പോൾ പ്രിലിംസിന് കഴിഞ്ഞ വർഷങ്ങളിൽ ജോഗ്രഫിയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ജസ്റ്റ് ഒരു ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നോക്കൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2024 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിനേഷന് നമുക്ക് ഏകദേശം 13ഓളം ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ ചോദിച്ചിട്ടുണ്ട്. 2023 14 ചോദ്യങ്ങൾ, 2022 we had 15 questions and 2021 10 questions and 2020 11 questions. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് എവറി ഇയർ വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 10 to 15 ക്വസ്റ്റ്യൻസ്, 10 മുതൽ 15 ചോദ്യങ്ങൾ വരെ. അതായത് എല്ലാ വർഷവും 20 മുതൽ 30 മാർക്ക് വരെ പ്രിലിംസിന് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 20 തൊട്ട് 30 മാർക്ക് വരെ നമുക്ക് കിട്ടുന്നത്, പകരം അതിനൊപ്പം തന്നെ വാട്ട് വി ഗെറ്റ് ഈസ് മറ്റ് സബ്ജക്ട്സിലും കൂടി വി ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ ഒരുപാട് ഈ മെയിൻസ് പ്രിലിംസിന് ആൻസേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഗസ്സസ് എടുക്കും പലപ്പോഴും. കാരണം നമുക്ക് കട്ട് ഓഫ് എത്തണ്ടേ. അപ്പൊ ആ എഡ്യൂക്കേറ്റഡ് ഗസ്സിന് നിങ്ങൾക്ക് ആ ജോഗ്രഫിക്കൽ നോളജ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ജോഗ്രഫി എന്ന സബ്ജക്റ്റിന്റെ ഒരു സിലബസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ആൻഡ് അതേപോലെ ആ ഒരു നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള സിഗ്നിഫിക്കൻസ്.
നമുക്ക് ഈ പെർട്ടിക്കുലർ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്, ആ സിലബസ് ബ്രേക്ക് ഡൗണുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.